ഒരു കുട്ടിയെ ഒരു ഫോട്ടോ, ഒരു പടം വരയ്ക്കുന്നുണ്ടായിരുന്നു. ഈ പടം വരച്ചിട്ട് അപ്പൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. പറഞ്ഞു, ഡാഡി ഇറ്റ്സ് യുവർ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ഡാഡിയുടെ ചിന്താസമയത്ത് എന്താണ് പപ്പയുടെ? ഇങ്ങനെയാണോ ഞാൻ ഇരിക്കുന്നത്? ഇനി മേലിൽ മര്യാദയ്ക്കല്ലാതെ എൻ്റെ ഫോട്ടോ വരയ്ക്കരുത് എന്ന് പറയോ? കൊച്ച് വരച്ചത്, ആ കൊച്ചിൻ്റെ ഇന്റൻഷൻ, ആ സ്നേഹമാണ് അപ്പം നോക്കുന്നത്. ശരിയല്ലേ? ആ ഒരു ആർട്ടിന്റെ പെർഫെക്ഷനേക്കാൾ എൻ്റെ കുഞ്ഞ് എന്നെ വരയ്ക്കാനായിട്ട് ശ്രമിച്ചല്ലോ എന്നുള്ള ഒരു ഹൃദയം, ഒരു ആഗ്രഹത്തെ അപ്പൻ മാനിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ദൈവം നമ്മുടെ ആഗ്രഹത്തെ മാനിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയില്ലെങ്കിൽ ചിലപ്പോൾ വിട്ടുപോകാം, ചില പ്രാർത്ഥനയിൽ ഉറങ്ങിപ്പോകാം, ചിലപ്പോൾ അശ്രദ്ധമാകാം. എങ്കിൽ പോലും ദൈവത്തിന് നമ്മൾ സമയം കൊടുക്കാനായിട്ടൊരു ഇന്റൻഷൻ വെക്കുമ്പോൾ തന്നെ കർത്താവ് അത് കണ്ട് നമ്മൾ അനുഗ്രഹിക്കും. വില കൊടുക്കാതെ വിലയുള്ളത് ഒരിക്കലും കിട്ടില്ല. വില കൊടുക്കണം. നമ്മൾ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇതിന് വില കൊടുക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ കുറവുണ്ടാവാം, നമ്മൾ ചിന്തിക്കുന്നതിൽ, പക്ഷെങ്കിലും നമ്മുടെ ഈ സമർപ്പണം തന്നെ ഒരു അനുഗ്രഹമാണ്.